നമ്മൾ പോയാട്ടാ. ഗോയിങ് ടു ചെറുവത്തൂർ അല്ലേ? യെസ്. നമ്മളങ്ങനെ ലൊക്കേഷൻ എത്തിയട്ടാ. എന്താ ഇത് ക്ഷേത്രം എന്താന്ന് ഒന്നും കൂടി പേര് വന്ന ക്ഷേത്രത്തിൻ്റെ? മാപ്പിട്ടച്ചേരി അല്ലേ? മാപ്പിട്ടച്ചേരി ചെറുവത്തൂർ. യെസ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോയി കേട്ടോ. ഇപ്പത്തും ഇതാ പിള്ളേരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതാ കാണുന്നുണ്ട്. നമ്മിങ്ങനെ കുറേ കഥയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. എത്തി പറഞ്ഞിട്ടില്ല അല്ലേ? കഥ പറഞ്ഞിട്ട് കഥ പറഞ്ഞ് വന്നോണ്ട് എത്തി പറഞ്ഞിട്ടില്ല. എങ്ങോട്ടേക്ക് ഇറക്കാം? ഓഡിയൻസ് ഒക്കെ ഇങ്ങനെ ഇതായി. ഇനി എനിക്ക് റെഡി ആവാനുണ്ട്. റെഡി ആവാൻ മാത്രല്ലേ? ഫോണും നമുക്ക് വണ്ടി അവിടെ കയറ്റിയിടാലോ. അവിടെ കാറുണ്ടല്ലോ. വേറെ ഓ ഇരുട്ടി ഇറങ്ങാം അല്ലേ? അതിലോട്ട് റൗണ്ട് ചെയ്തിട്ട് ഇറങ്ങണം. യെസ്. വണ്ടി ഒന്ന് പാർക്ക് ആക്കണോ? നിങ്ങൊരു കാര്യം ചെയ്, അങ്ങോട്ടേക്ക് തന്നെ വിട്. ഒരു മിനിറ്റ്. നമ്മളെ ചങ്കട്ടാ അടിപൊളി. സുഖല്ലേ? എന്താ പിന്നെ നേരത്തെ എത്തിയാ? ഇപ്പൊ എത്തിയതാ? നമ്മളെ സർഷ ആരാന്ന് ശരിയായി പറഞ്ഞ നമ്മൾ ചായ കുടിക്കാൻ വെച്ചിട്ട് ഇറങ്ങിയതാ. നമ്മളെ സർഷാറിന് ചായ ഉണ്ട്. ചായൻ്റെ അവിടെ പോകുമ്പോഴത്തേക്ക് ചായക്കാരനില്ല, ആളെവിടെയോ പോയി. സർഷാറിന്റെ ഫേവറേറ്റ്സ് ആണോ? അല്ല പോലും ഫേവറേറ്റ് അല്ല പോലും. മസാലപ്പൂരി തെറ്റ് മസാലപ്പൂരി നോർത്ത് ഇന്ത്യൻ വെറൈറ്റി ടേസ്റ്റ്. നീ വിചാരിച്ചോൾ തന്നെ ഉണ്ടോ? ഇതല്ലേ നോർത്ത് ഇന്ത്യൻ കഴിക്കുന്നതിനെക്കാളും കുറച്ചും കൂടെ ഉണ്ടോ? ക്വാളിറ്റി ഉണ്ടോ? ക്വാണ്ടിറ്റി കോരിയാ കിട്ടാത്ത സ്പൂണാണ്. മോശമില്ല. കൈലാഷ് ബെൽപൂരി ചന്തക്ക് കണ്ടിനെങ്കിൽ കഴിച്ചോട്ടാ, മോശമില്ല. ചെറിയ പ്രമാശനായി കൊടുത്ത് കടക്കട്ട്. കൈലാഷ് ബെൽപൂരി അതിനൊരു ഫിക്സ്ഡ് ഓഡിയൻസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഫാമിലി ഓഡിയൻസ് മെലഡിയിലൊക്കെ ആഗ്രഹിക്കുന്നത്. ചായ പിടിക്കാൻ വെച്ചിട്ട് വന്നു. കട്ടൻ കാപ്പി ചേട്ടാ. വരട്ടി കൊണ്ട സ്റ്റേജ് പെർഫോമൻസിന് മുമ്പ് നമ്മൾ തൊണ്ടയൊക്കെ തുറക്കാൻ വേണ്ടി കട്ടൻ കാപ്പി ബെസ്റ്റ്. നിങ്ങൾക്ക് മധുരം ഓക്കെയാ? ലൈറ്റ് ഷുഗർ. ഷുഗറിൻ്റെ ആ ഒരു ഷുഗർ കട്ടാണ് മിക്കാറ് ചെയ്യുന്നത്. എന്നാലും ആ കാപ്പിയുടെ ആ ഒരു ചൊയ മാറ്റാൻ വേണ്ടി മാത്രം കുറച്ച് ഷുഗർ. പിന്നെ ഫുൾ ഷുഗർ കട്ടാട്ടെ. വെറുതെ ഷുഗർ കട്ട് ചെയ്ത് ശീലിച്ചാണല്ലോ അതേ കുടിക്കൂല. ഷുഗർ ഇട്ടാൽ പിന്നെ കുടിക്കൂല. ഷുഗർ കട്ട് ചെയ്ത് ശീലിച്ചാല് കഴിക്കാൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ പോകും. തീരെ ഷുഗർ സംപ്രേഷണം ചെയ്ത സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാമിലൂടെ മലയാള മനസ്സ് കീഴടക്കി ശബ്ദമാധുര്യത്തിന്റെ ഒരു മധുവസന്തം സൃഷ്ടിച്ച പ്രിയപ്പെട്ട കലാകാരൻ ബൽറാം മോഹൻദാസ്, ചലച്ചിത്ര മെലഡി ഗായകൻ. ഏറെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ ഇതിലേക്ക് സഹർഷം സ്വാഗതിച്ചു. എല്ലാവരും ബൽറാം മോഹൻദാസ് on the stage. എല്ലാവർക്കും നമസ്കാരം. വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ
മൂകാംബികേ. അതിനിടക്ക് ജനറേറ്റ് എന്തോ പണിയെന്ന് പരിപാടി സ്റ്റോപ്പായിട്ടല്ല, തൽക്കാലത്തേക്ക് സ്റ്റോപ്പായി. അത് ശരിയാക്കിയിട്ടുണ്ട്. കണ്ടോ അപ്പം ലൈറ്റ് ഓഫ് ആയിട്ട്. പറയടാ അതിൻ്റെ പേര് പറഞ്ഞേ. എന്റെ പേര് ആദിദേവ്. ആദിദേവ്. ഇരുട്ടാന്ന് എന്നാലും കുഴപ്പമില്ല, പറ. ഇത് ജനറേറ്ററിൽ ഓഫായി ഒന്നും പറയാനില്ല ഗൈസ്. എവിടെ നിന്റെ വീട് തന്നെ? വീട് തന്നെ? വീട് കുറച്ചപ്പുറം തന്നെ. ആ വീട് കുറച്ചപ്പുറം. ജനറേറ്ററിൽ ഓണായിട്ടുണ്ട്. തുടങ്ങും. ഇവിടെ ബലരാമിന്റെ പാട്ട് തുടങ്ങും. ആ ബലരാമിന്റെ പാട്ട് തുടങ്ങും. ആ പൊളിക്കും പൊളിക്കും. നമ്മള് മണിച്ചേട്ടന്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ജനറേറ്റ് ഓഫ് ആയത്. ഇലക്ട്രോണിക്സ് ആണല്ലോ, ഒന്നും പറയാനൊക്കെ ഇല്ല. ഡെയിലി പരിപാടിക്ക് പോകുന്നതായിരിക്കുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് പരിപാടിക്ക് പോകുന്നതായിരിക്കുമല്ലോ. ഗാനങ്ങളൊക്കെ ജനറേറ്റ് അടിക്കുന്നല്ലേ. പരിപാടിയാണ് കേട്ടോ. നമ്മ പോയി നല്ല മഞ്ഞുണ്ടോ, മഞ്ഞ് 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 ഓ നല്ല മഞ്ഞുണ്ട് കേട്ടോ. കിട്ടാൻ പോലത്തെ മഞ്ഞാ. ഓക്കെ അത് പേരലെഴുതിട്ടോ ഉണ്ടോ വെള്ളം കണ്ടോ? ആ പോയിട്ടാ പോയിട്ടാ പോയിട്ടാ. ഏതായാലും സർഷാനെല്ലാം കണ്ടു പോവാ. സർഷാനല്ലോ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. ഇവിടെ കേട്ടോ നമ്മളിന്ന് വിടുകയാണ്. മാത്രമല്ല അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കാം. ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ. ആളെന്ന് പരിചയപ്പെട്ടിയാ സ്റ്റേജിൻ്റെ അടുത്തുനിന്ന്. അവനോട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നാളെ കാണും ഒരു വീഡിയോ കാണുന്ന. നമ്മളങ്ങനെ പെരുമ്പക്ക് നിർത്തിയിട്ടാ. മെയിൻ സെൻറ്റർ വരുമ്പോൾ ഹോട്ടൽ ഹൈവേ. ഇവിടെ വരുമ്പോൾ സുവേർക്ക എല്ലാം ഉണ്ടാകുന്നതാണ്. ഇവിടെ വന്നതിനാൽ അധികം ആർട്ടിസ്റ്റും ഉണ്ടാവും കേട്ടോ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുന്ന സ്ഥലമാണ്. ചായയും ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നിർത്തുന്ന സ്ഥലമാണ് ഇത്, ഹോട്ടൽ ഹൈവേ. അങ്ങനെ കഴിക്കട്ട് ബേസ്ക്കുന്നു വായിക്കുന്ന നെയ്ച്ചോറും ചിക്കൻ ചില്ലി കഴിക്കട്ടെ കേട്ടോ. കഴിക്കട്ടെ പിന്നെ കാണാം. അവന് ഞാൻ പയങ്ങളിലെത്തിയേട്ടാ. എന്നെ കൊണ്ടാക്കിയിട്ട് ഇതാ പോകുന്നു. അങ്ങ് പോയി പ്രൈത്തട്ടൻ അന്നയുടെ പയങ്ങളിൽ കൊണ്ടാക്കി വിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് വീടല്ലേ വെച്ചേ. വീഡിയോ വെച്ച് കേട്ടോ. പയങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലല്ല വണ്ടി. എടുത്തു ഇപ്പം എൻ്റെ വണ്ടി. ആ ഇതാ അപ്പം വിടാം. ഓക്കെ. ഓ ഇപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ചെറിയൊരു തണുപ്പ്. ഇപ്പോൾ വിടാം. ആ വീഡിയോയിലേക്കാണ്. വീഡിയോ ചാനലിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നമസ്കാരം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. മറക്കാതിപ്പോൾ തന്നെ ചെയ്യട്ടെ. പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അഷ്റഫ് കണ്ണൂർ. ഓക്കെ അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി. ഫോളോ ചെയ്യട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക അഷ്റഫ് കണ്ണൂർ. ഓക്കെ ബൈ ബൈ. വീട്ടിൽ പോകണം, കുളിച്ച് ഫ്രഷ് ആകണം, കിടന്നുറങ്ങണം.